ഉന്നതനേ സ്തുതിക്കിയോഗ്യനേ ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കിയോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ കണ്ണീരിൻ്റെ രാത്രിയാണിത്. കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടത്തോട് ചേർന്നിരിക്കുന്ന സമയമാണിത്. ശമയോനെ, 1 മണിക്കൂർ നീ എന്നോടുകൂടെ ഉണർന്നിരിക്കില്ലേ എന്ന ചോദ്യം കർത്താവ് നമ്മോട് ഓരോരുത്തരോടുമായി ചോദിക്കുന്ന സമയമാണ്. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രശ്നപ്രയാസങ്ങളിലേക്കും എൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധികളിലേക്കും ഞാൻ നിന്നെ വിളിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല കർത്താവേ, ഈ രാത്രികാലേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉണർന്നിരുന്ന് നിന്റെ കണ്ണുകളിലേക്ക് മാത്രം ഉറ്റുനോക്കി നിന്റെ ഒരു ഇടപെടലിന് വേണ്ടി, നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി ഉള്ളുരുകുന്ന എല്ലാ മക്കളോടും ചേർന്ന് നിന്നെ ഞാൻ സ്തുതിക്കുന്ന സമയമാണ്. കർത്താവേ, നീ കടന്നു വരണേ. മാറനാഥ, സത്യവേദ പുസ്തകത്തിലെ അവസാനത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, നീ വേഗം വരണമേ.
ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിന്നോട് എൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളും എൻ്റെ മനസ്സിൻ്റെ ഉത്കണ്ഠകളും എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും മനസ്സിലാക്കി എൻ്റെ മുമ്പിലായിരിക്കുന്ന നിന്നോട് എളിമയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ വേഗം വാ. എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലേക്ക് മാത്രമല്ല, എൻ്റെ പ്രയാസങ്ങളിലേക്ക് മാത്രമല്ല, എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്സവങ്ങളിലേക്ക് മാത്രമല്ല, നിന്നെ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി നിന്നെ വിളിക്കുന്ന, നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി കൊതിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക്, എല്ലാ മക്കളുടെ പ്രയാസങ്ങളിലേക്ക്, എല്ലാ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് നീ കടന്നു വരണ യേശുവേ. എളിമയോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നീ കടന്നു വാ തമ്പുരാനെ, നീ വേഗം വാ യേശുവേ, നീ വേഗം വാ എൻ്റെ കർത്താവേ. മാറാനാത്ത കമ്മലോട് എളിമയോടെ നമുക്ക് കർത്താവിനെ വിളിക്കാം. പാടി പ്രാർത്ഥിക്കാം. ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കും. യേശുവേ, നീ വാ കർത്താവേ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് നീ വന്നതുപോലെ, വിശുദ്ധ യൗസേപ്പിന്റെ കൈകളിൽ തൂങ്ങി നീ നടന്നതുപോലെ, നിന്നെ കണ്ടുമുട്ടാൻ കൊതിച്ചിരുന്ന പൂജരാജാക്കളുടെ മുമ്പിൽ നീ കൈകാലിട്ടടിച്ച് കിടന്നതുപോലെ, നിന്നെ കണ്ട പാവപ്പെട്ട ആട്ടിടയരുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നീ നോക്കിയതുപോലെ, ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വാ, നീ എൻ്റെ കുടുംബത്തിലേക്ക് വാ, നീ എൻ്റെ പ്രയാസങ്ങളിലേക്ക് വാ. എളിമയോടെ എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കും. ഈശോയെ, മരണപ്പെട്ട ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ കർത്താവേ, നിന്നോട് മർത്ത പറഞ്ഞില്ലേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ മനസ്സിന്റെ വേദനയാ അവൾ നിന്നോട് പങ്കുവെച്ചത്. അവളുടെ ഹൃദയത്തിന്റെ തേങ്ങല അന്ന് നീ കേട്ടത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യമാണ്, നിന്റെ സാന്നിധ്യം മാത്രമാണ് എൻ്റെ ബലം. നിന്റെ അസാന്നിധ്യമാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം. നീ ഇല്ലാതെ പോയതാണ് എൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം. എന്തെന്ത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സ് കൊതിക്കുന്നത് നിന്റെ സാന്നിധ്യമാണ്. എൻ്റെ ഹൃദയം തേടുന്നത് നിന്റെ സ്നേഹമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നിന്നോട് നിലവിളിച്ചില്ലേ, കർത്താവേ, പകൽ അസ്തമിക്കാറായി, രാത്രിയാണ് ഇനി അങ്ങോട്ട്, ഞങ്ങളോടൊത്തു വസിച്ചാലും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലേക്ക്,
എൻ്റെ ദുഃഖ ദുരിതങ്ങളിലേക്ക്, എനിക്ക് ഒരെത്തും പിടിയും കിട്ടാത്ത അസ്വസ്ഥതകളിലേക്ക് കർത്താവേ നീ വാ, നീ വേഗം വാ. എളിമയോടെ ഉള്ളൊരുകി പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് തന്നെ. യേശുവേ, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ വിളിപ്പുറത്തുള്ള കർത്താവാണ് നീ. എൻ്റെ പ്രതീക്ഷകൾക്കും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, വിസ്മയകരമായി എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവമാണ് നീ. ഞാൻ വിശ്വസിച്ചേറ്റു പറയാം. ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ അരികിലേക്ക് ഓടി വരാൻ എനിക്ക് ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരും ഞാൻ ആശ്രയം വെക്കുന്നവരും വളരെ വളരെ അകലെയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഓടിയെത്താൻ, എൻ്റെ കണ്ണീരൊപ്പാൻ, എൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കാൻ, എൻ്റെ പ്രശ്നപ്രയാസങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ആ ബലമാണല്ലോ കർത്താവേ മറിയത്തെ കൊണ്ട് സമ്മതം പറയിച്ചത്. ആ ബലമാണല്ലോ കർത്താവേ എന്തും ഏറ്റെടുക്കാൻ നിന്റെ ഔസേപ്പിനെ ശക്തിപ്പെടുത്തിയത്. ആ പ്രതീക്ഷയാണല്ലോ കർത്താവേ വിസ്മയങ്ങൾ കാണാനുള്ള ഓട്ടത്തില് നിന്റെ പ്രിയപ്പെട്ട ആട്ടിടയന്മാരുടെ കാലിന് വേഗം തന്നത്. ആ വലിയ പ്രത്യാശയാണല്ലോ കർത്താവേ നിന്റെ നക്ഷത്രത്തെ പിഞ്ചെല്ലാൻ നിന്റെ രാജാക്കന്മാരെ, നിന്റെ ജ്ഞാനികളെ പ്രേരിപ്പിച്ചത്. ഒരു വലിയ ബലം നീ എനിക്കും താ. എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ബോധ്യം. ഞാൻ വിളിച്ചാൽ ഓടി വരാൻ എനിക്കൊരു കർത്താവുണ്ടെന്നുള്ള വലിയ സത്യം. നീ ഒരിക്കലും എന്നെ കൈവിടാത്ത, തള്ളിക്കളയാത്ത ദൈവമാണെന്നുള്ള വിശ്വാസം കർത്താവേ നീ എനിക്ക് താ. കരങ്ങൾ തമ്പുരാന്റെ നേരെ നീട്ടിപ്പിടിച്ച് ഈ ആരാധനയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കാൻ ആഴമുള്ളൊരു വിശ്വാസത്തിലേക്ക്, അചഞ്ചലമായൊരു സ്നേഹത്തിലേക്ക്, തളരാത്ത ഒരു ആത്മബോധത്തിലേക്ക് എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രം. എൻ്റെ കർത്താവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ വിളിക്കുമ്പോൾ വിളിപ്പുറത്തുള്ള കർത്താവാണ് നീ. ഞാൻ കരയുമ്പോൾ ഓടി വന്ന് കണ്ണീരൊപ്പുന്ന ദൈവമാണ് നീ. ഞാൻ സ്തുതിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്ന യേശുവാണ് നീ. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ യേശുവേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവേ. വിശ്വാസത്തോടെ ചങ്കുകൊട്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇരുന്ന് നിന്നെ വിളിച്ച് കരയുന്ന എല്ലാ മക്കളുടെ കണ്ണീര് നീ ഒപ്പണമേ യേശുവേ. അവരുടെ വിളി നീ കേൾക്കണമേ കർത്താവേ. അവരെ ആശ്വസിപ്പിക്കാൻ നീ ഓടി വരണമേ യേശുവേ. എല്ലാ പ്രശ്ന പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമുള്ള എൻ്റെ തമ്പുരാനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ചങ്ക് പൊട്ടി ഞാൻ നിന്നെ വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രം, മഹത്വം. ഹല 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 ഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നു
നല്ല സ്നേഹമെന്റെ ഈശോ. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കും. ഒന്നു വിളിച്ചാലോടി എന്നെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവരെന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ വലിച്ചെന്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം നമുക്ക്. കണ്ണീര് കാണുന്ന കർത്താവിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ആരെല്ലാം അവൻ്റെ മുമ്പിൽ കണ്ണീരോടെ ചെന്ന് നിന്നോ, ആരുടെയെല്ലാം കണ്ണുകളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളവരുടെ വേദന മൂലം ഉരുവായ കണ്ണീര് അവൻ കണ്ടോ, അവരെയെല്ലാം അവൻ അനുഗ്രഹിച്ചയച്ചു. പിശാച് ബാധിച്ചവന്റെ പിതാവ് അവന്റെ മുമ്പിൽ നെടുവീർപ്പെട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടായില്ല തമ്പുരാനെ, എൻ്റെ മോനെ നീ സുഖപ്പെടുത്തണം. ആ കണ്ണീരിൻ്റെ പിതാവിനെ അവൻ അനുഗ്രഹിച്ചയച്ചു. ആ പിതാവിൻ്റെ കണ്ണീര് കണ്ട് അവന്റെ പുത്രനെ അവൻ സുഖപ്പെടുത്തി. കാനാൻകാരി പെണ്ണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അവളുടെ മകൾക്ക് വേണ്ടി കരഞ്ഞു. തളർവാദം പിടിപെട്ടവന്റെ സുഹൃത്തുക്കള് കണ്ണീരോടെ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ അവന്റെ മുമ്പിൽ എത്തിച്ചു. ബത്സയിദ കൊളക്കരയിൽ കടന്നവൻ കണ്ണീരോടെ നിലവിളിച്ചു പറഞ്ഞു, ദൈവമേ, എനിക്കാരുമില്ല, എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമെന്ന് എനിക്കറിയില്ല, എൻ്റെ സൗഖ്യം എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് നിശ്ചയില്ല. കാനാവിലെ കല്യാണ വീട്, അവന്റെ അമ്മ അവന്റെ മുമ്പിൽ നെടുവീർപ്പെട്ട്, മോനെ അവർക്ക് വീഞ്ഞില്ല, മോനെ അവർക്ക് വീഞ്ഞില്ല. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനും നിലവിളിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനും കരയുക, എൻ്റെ പ്രശ്ന പ്രയാസങ്ങളൊക്കെ നിന്റെ മുമ്പിൽ വെച്ച് ഞാനും നെടുവീർപ്പിടുക. കണ്ണീരിൻ്റെ ഈ രാത്രി എനിക്ക് വേണ്ടി ഗത്സമിൻ തോട്ടത്തിൽ പച്ചപ്പാതിരയ്ക്ക് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച എൻ്റെ തമ്പുരാനെ, എൻ്റെ കണ്ണീരിന് നീ വില തരണം, എൻ്റെ കണ്ണീര് നീ കാണണം, എൻ്റെ കണ്ണീര് നീ തുടയ്ക്കണം. എൻ്റെ കണ്ണീര് കുപ്പിയിലെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ തലയ്ക്ക് മുകളിൽ നീ കൃപയുടെ അനുഗ്രഹത്തിന്റെ മഴ പെയ്യിക്കണം. ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. കരങ്ങൾ നീട്ടി പിടിച്ച് കർത്താവിനെ കൺകുളിർക്കെ കണ്ട് എല്ലാ മക്കളും അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ സമയമാണ് മക്കളെ. കർത്താവ് നിന്റെ കണ്ണീര് കാണുന്ന സമയമാണ് മക്കളെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരയുന്ന കണ്ണീര് തുടയ്ക്കാൻ നീ വരണം എന്റെ യേശുവേ. കരയുന്ന കണ്ണീര് തുടയ്ക്കാൻ നീ വരണം എന്റെ കർത്താവേ. നിന്റെ മുറിവേറ്റ കരം നീട്ടി എന്റെ കൺതടത്തിലെ കണ്ണീര് നീ തുടയ്ക്കണം യേശുവേ. കർത്താവേ, നിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലന മേരിയോട് നീ ചോദിച്ചില്ലേ, എന്തിനാ പെണ്ണെ നീ കരയണത്, എന്തിനാ മോളെ നീ കരയണത്? കർത്താവേ, എന്റെ കണ്ണീര് നീ കാണണം, എന്റെ വേദന നീ അറിയണം, എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം നീ അറിയണം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപമോ ഉള്ളൂരുക നമുക്ക്. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപമോ
നിയോഗങ്ങളും സമർപ്പിക്കുക. കരയുന്ന മിഴികളിൽ എല്ലാ വേദനകളും യേശുവേ സ്പർശിക്കണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. എന്റെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിങ്ങിപ്പൊട്ടുന്ന എല്ലാ ഹൃദയങ്ങളെയും സമർപ്പിക്കണം. നീ സ്പർശിക്കണമേ യേശുവേ. നിന്റെ മുറിവേറ്റ കരം നീട്ടി നിന്റെ മക്കളെ നീ തൊടണേ കർത്താവേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളെ, തഴക്ക ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ കഷ്ടപ്പെടുന്നവരെ, മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവരെ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവരെ, ആരോടും പറയാനാവാത്ത വേദനകളാൽ നീറിപ്പുകയുന്ന കുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കുന്ന യേശുവേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള്, അവരുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ എല്ലാം സമർപ്പിക്കുന്ന യേശുവേ. സ്പർശിക്കണമേ കർത്താവേ, തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ, അത്ഭുതമായി കടന്നു വരണമേ യേശുവേ. ഹൃദയത്തിൽ സാന്ത്വനമേകാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തമ്പുരാന്റെ തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാൻ നമുക്ക്. കർത്താവേ, കാലിത്തൊഴുത്തിലെ അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ, കാലിത്തൊഴുത്തിൻ്റെ അവസ്ഥയാണ് എൻ്റെ ഹൃദയത്തിൽ. ഒത്തിരി പോരായ്മകളുണ്ട് കർത്താവേ, ഒത്തിരി കുറവുകളുണ്ട് തമ്പുരാനെ. മറ്റുള്ള കുടുംബങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, വിശുദ്ധമായ ജീവിതങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്തെന്ത് അവസ്ഥകളിലൂടെയാണ് ഞാൻ കടന്നു പോണത്. നിറഞ്ഞ പ്രത്യാശയോടെ, വലിയ പ്രതീക്ഷയോടെ ഞാൻ നിന്റെ മുമ്പിൽ കൈനീട്ടുക. എൻ്റെ കുടുംബത്തിൻ്റെ വേദനകൾ, എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് മനസ്സിലുള്ള സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം സമർപ്പിക്കുക കർത്താവേ. എന്നെ പോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ആരോടും പറയാനാവാത്ത വേദനകളാൽ ഞെരുങ്ങുന്നവരുണ്ടല്ലോ കർത്താവേ. ആർക്കും അറിഞ്ഞുകൂടാത്ത രോഗങ്ങൾ മൂലം, കഷ്ടപ്പാടുകൾ മൂലം വേദനിക്കുന്ന ഒട്ടേറെ മക്കളുണ്ടല്ലോ യേശുവേ. ആർക്കും മനസ്സിലാക്കാനാവാത്ത വണ്ണം പാപത്തിന്, ജഡികതകൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യരുണ്ടല്ലോ യേശുവേ. നിന്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിട്ടും, നിന്റെ വിശുദ്ധ രക്തവും ശരീരവും വിലയായി കൊടുത്ത് നീ സ്വന്തമാക്കിയിട്ടും പൈശാചികമായ അടിമത്വങ്ങളിൽ കഴിയുന്ന മക്കളുണ്ടല്ലോ എൻ്റെ യേശുവേ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് അരുളിച്ചത് യേശുവേ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണേ. എൻ്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ കരുണയുടെ കരം നീട്ടണേ. എൻ്റെ പ്രശ്ന പ്രയാസങ്ങളുടെ മേൽ നിന്റെ മുറിവേറ്റ കൈ നീട്ടണേ യേശുവേ. എല്ലാം സമർപ്പിക്കുന്ന തമ്പുരാനെ, കരങ്ങൾ തമ്പുരാന്റെ നേരെ നീട്ടിപ്പിടിക്കാൻ നമുക്ക്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, തത്തുല്യമായ വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി എളിമയോടെ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ മാധ്യസ്ഥം തേടാം. കൈനീട്ടിപ്പിടിച്ച കൈകൾ വേദനിക്കുമ്പോൾ കർത്താവിന്റെ കുരിശിലെ കരങ്ങളിലേക്ക് ആ വേദനകളെ സമർപ്പിക്കാം. അല്പം ത്യാഗത്തോടെ, വേദനയോടെ കർത്താവിന്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് സർവ്വ ലോകത്തിലെയും സർവ്വ മനുഷ്യർക്കും വേണ്ടി വേദനയോടെ കർത്താവിന്റെ തിരുമുമ്പിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ വലിയ കാരുണ്യത്തിന് വേണ്ടി ഈ രാത്രികാലേ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ സ്പർശിക്കണമേ, നീ
തൊട്ട് സുഖപ്പെടുത്തണമേ. നീ വിശുദ്ധീകരിക്കണമേ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ നീ വിടുവിക്കണമേ. നിന്റെ വിശുദ്ധ രക്തം വിലയായി കൊടുത്ത് നീ വീണ്ടെടുത്ത നിന്റെ മക്കളെ നീ സ്പർശിച്ച് വീണ്ടെടുക്കണമേ യേശുവേ. നീ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. നിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖപ്പെടുമെന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ നിന്റെ അത്ഭുതകരമായ സൗഖ്യത്തിന് നിന്റെ മക്കളെ പാത്രീഭൂതരാവട്ടെ കർത്താവേ. ചങ്കുപൊട്ടി വിളിക്കുന്ന യേശുവേ, ഉള്ളൊരുക്കി നിലവിളിക്കുന്ന കർത്താവേ, എല്ലാ മക്കളുടെ മേലും കരുണ നീട്ടണേ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി യേശുവേ. ഈ ശാലോം ടെലിവിഷന്റെ നൈറ്റ് വിജിലിൽ സംബന്ധിച്ച് ഉള്ളുരുകി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകൾക്കും ഉത്തരം കൊടുക്കണമേ കർത്താവേ. വേദനകൾ ഏറ്റെടുക്കാനുള്ള ബലം കൊടുക്കണേ യേശുവേ. പ്രശ്ന പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ ബലപ്പെടുത്തണേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനസ്സാകുമോ നാഥാ, മനസ്സാകുമോ നാഥാ സുഖമാക്കാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്ന യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. പിതാവേ, നിന്റെ പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ നിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനസ്സാകുമോ നാഥാ യേശുവേ, മനസ്സാകുമോ നാഥാ സുഖമാക്കുവാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ തന്നതെല്ലാം സുഖമാകുവാ. മനസ്സാകുമോ നാഥാ സുഖമാക്കുവാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ തന്നതെല്ലാം ശുഭമാകുവാ. മനസ്സാകുമോ നാഥാ സുഖമാക്കുവാ. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് ആശീർവദിക്കുന്ന നേരമാണ്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടാൻ നമുക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടാൻ നമുക്ക്. കർത്താവിന്റെ ആശീർവാദത്തിന്റെ സമയം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ മുമ്പിൽ നിന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചപ്പോ വിശുദ്ധ കുരിശിൽ തറയ്ക്കപ്പെട്ട വലത് കൈ പറിച്ചെടുത്ത് ഫ്രാൻസിസിനെ കർത്താവ് പൊത്തി പിടിച്ചെന്ന് ചരിത്രം. ഫ്രാൻസിസിനെ കർത്താവ് പൊത്തി പിടിച്ച് അവൻ കുരിശിൽ നിന്ന് തറയ്ക്കപ്പെട്ട വലത് കൈ പറിച്ചെടുത്ത് ഈശോ നമ്മയും ചേർത്ത് പിടിക്കും. ഈശോ നമ്മയും പൊത്തി പിടിക്കും. വിശ്വസിക്കണം. നമ്മൾ കർത്താവിന്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് സാധിക്കുന്നത്ര ശബ്ദത്തോടെ, ഹൃദയം നിറഞ്ഞ വിശ്വാസത്തോടെ, ആത്മാർത്ഥമായ സ്നേഹത്തോടെ, അത്ഭുതകരമായി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുമെന്ന നിറഞ്ഞ പ്രത്യാശയോടെ എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തൊട്ട് സുഖപ്പെടുത്തണമേ നിന്റെ മക്കളെ, ചേർത്ത് പിടിക്കണമേ നിന്റെ മക്കളെ. നിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് എനിക്ക് വേണ്ടി തുടിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ സ്നേഹം മുഴുവനും അനുഭവിക്കാൻ നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, മഹത്വം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ.
എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത യേശുവേ, ആത്മാർത്ഥമായി നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം പാടുന്നു. നിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ നിന്റെ മക്കളെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് വരവേറ്റം സമീപമാ രാത്രിയേറെയില്ലിനി ദുഃഖമേറെയില്ലിനി പ്രിയനാടീനോടേറ്റമടുത്തു ആഹാ കാലമടുത്തു കാന്തനുമായുള്ള നിത്യവാസം
രാത്രിയേറെയില്ലിനി ദുഃഖമേറെയില്ലിനി നീ എന്നാടീനോട്